മുന്നോട്ട് നടന്നു നീങ്ങുന്ന ശാലിനിയെ നോക്കി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു. കമലൻ പറയുകയാണ്, ആശാൻ ഇതെന്തോന്നായി കാണിക്കുന്നത്? പക്ഷേ വിഷ്ണു ഇതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കമലൻ ചോദിക്കുകയാണ്, അല്ല ആശാനെ, പറയേണ്ട കാര്യം പറഞ്ഞില്ല. ശാലിനിയെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, പറയാതിരിക്കുന്നതിലും ഇല്ലേടാ ഒരു സുഖം. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ രാജേശ്വരി ഒരു ചെടിച്ചട്ടിയുമായി അകത്തുകൂടി നടന്നു പോവുകയാണ്. പിറകെ രാജേശ്വരി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ഗോപാലകൃഷ്ണൻ. ബാലചന്ദ്രൻ പറയുകയാണ്, അളിയ ഒന്ന് പറയളിയ. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ബാലചന്ദ്രനും രാജേശ്വരി എന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനും പുറകെ പോവുകയാണ്. രാജേശ്വരി, നീ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? മുറ്റത്തിറങ്ങിയ രാജേശ്വരി ആ ചെടിച്ചട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിക്കുകയാണ്. മുറ്റത്ത് ചെടിച്ചട്ടി എറിയുന്നത് കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഭാഗ്യം, ഞാൻ കരുതി ആ ചെടിച്ചട്ടി കൊണ്ടുവന്ന് എന്റെ കാറിൽ എറിയുമെന്ന്. ദേഷ്യം കാണിക്കുമ്പോഴും ചേച്ചി മുതൽ നഷ്ടപ്പെടുത്തി കളിക്കില്ലാന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അത് കേട്ട് ദേഷ്യപ്പെട്ട് ഡാ എന്ന് വിളിച്ച് ബാലചന്ദ്രന് നേരെ കൈ ചൂണ്ടുകയാണ് രാജേശ്വരി. പേടിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരി, എന്തിനാ ഇത്ര ദേഷ്യം? നീ ഒന്ന് അടങ്ങാനോ? ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ സഹിക്കേണ്ടത്? അവളുടെ ധിക്കാരം കണ്ടില്ലേ? 10 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു ഗ്യാരണ്ടിയുമില്ലാതെ അവളെ ഏൽപ്പിച്ചത്. ആ ചായക്കടയ്ക്കും വീടിനുമായി നമ്മൾ കൊടുത്തിരുന്ന വില. എന്നിട്ടും ആ വീടും സ്ഥലവും എഴുതരാൻ അവൾ തയ്യാറായോ? 1 2 3 എന്ന് പറഞ്ഞ പോലെ 3 പെണ്ണുങ്ങളിങ്ങനെ നിരന്നു നിൽക്കുവാണ്. കല്യാണം കഴിക്കാനായിട്ട്. അതിനും വേണം ലക്ഷങ്ങൾ. എന്നിട്ടും അവൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്ക്. ഇതിനപ്പുറം ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ടോ ഈ ലോകത്ത്? കലിതുള്ളി നിൽക്കുന്ന രാജേശ്വരിയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്റെ രാജേശ്വരി, ബാലചന്ദ്രനല്ലേ അവളുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോന്നത്? അതിന് കേസ് കൊടുക്കാനായിട്ട് ശാരദ പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. അത് ശരിയാണെന്ന് ബാലചന്ദ്രൻ തലയാട്ടുകയാണ്. ബാലൻ കൈക്കൂലി കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പോലീസുകാർ പരാതി വാങ്ങിയില്ല എന്ന് കരുതി കാശ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവർക്ക് ടെൻഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വീണ്ടും രാജേശ്വരി ദേഷ്യപ്പെടുകയാണ്, എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ അവളെ പൂട്ടണമെങ്കിൽ കോടതിയിൽ പോണം. അവളെ കുടിയൊഴിപ്പിക്കാൻ ഇനി അതേയുള്ളൂ ഒരു വഴി. അത് കേട്ട് ഉറക്കെ ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. കളിയാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ പറയാണ്, എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല്, കോടതിയിലേക്ക്. ഇപ്പോ കുടിയൊഴിപ്പിച്ചതിന് മജിസ്ട്രേറ്റുമാര് എല്ലാരും കൂടി. എന്റെ പൊന്നു ചേച്ചി, ഈ ഭൂമി കേസ് എന്ന് പറയുന്നത് സിവിൽ കേസാണ്. മിനിമം 10 16 വർഷമൊക്കെ എടുക്കും ഒരു കേസ് വിധിയാകാൻ. അപ്പോഴേക്കും പലരുടെയും മൂക്കിൽ പഞ്ഞിയും വയ്ക്കും. പോരെങ്കിലേ അവിടെ താമസിക്കുന്നത് 4 പെണ്ണുങ്ങളാണ്. അവർക്ക് വേറെ ഭൂമി സ്വന്തമായിട്ട് ഇല്ലാത്തത് കൊണ്ടും കിടപ്പാടമായിട്ട് ആ വീടും കൂടി അങ്ങ് എടുത്തോളാൻ പറയും കോടതി. അപ്പോ പിന്നെ ഇത്രയും വർഷം വക്കീലന്മാർക്ക് കാശും കൊടുത്ത് നമ്മൾ കോടതി വരാന്ത നിരങ്ങിയത് മാത്രമാകും മെച്ചം. അതൊക്കെ കേട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? നാരായണ ജപിച്ച് പുതച്ചു മൂടി കിടന്നുറങ്ങണോ ഞങ്ങൾ? അത് വേണ്ട. പക്ഷേ അളിയൻ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടെന്നാണ് എന്റെ വശം. എന്ത് പോയിന്റ് എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവിടെ 4 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ് പോയിന്റ്. കോടതിയിൽ അത് നമുക്കൊരു വീക്ക് പോയിന്റ് ആണെങ്കിലും വേറൊരു രീതിയിൽ നോക്കിയാൽ നമുക്കതൊരു ബലമാണ്. കോടതിയും പോലീസും ഒന്ന് വേണ്ടും ചേച്ചി. കൈക്കരുത്തും അത്യാവശ്യം ധൈര്യമുള്ള ഒരാണും കൂടി വിചാരിച്ചാൽ കാര്യം നടക്കും. 4 അല്ല 400 പെണ്ണുങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നമുക്ക്. കൊട്ടേഷൻ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയാണ്, അതിനല്ലേടാ നമ്മൾ സത്യഭാമയുടെ പിള്ളേർക്ക് കൊട്ടേഷൻ കൊടുത്തത്. എന്നിട്ടത് നടന്നില്ലല്ലോ. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അവർക്കേ കണ്ണീര് കണ്ടാൽ കരളലിയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പണി കൊള്ളത്തില്ല അളിയ. ഇതിനെ ഒരു പക്കാ ഫ്രോഡ് തന്നെ വന്നേ പറ്റൂ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയാണ്, അപ്പോ നീ തന്നെയാണ് ബെസ്റ്റ്. അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നു, അത് പിന്നെന്താ, ഞാനൊരു നല്ല ഫ്രോഡ് തന്നെയാണ്. ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ എന്റെ കയ്യിലുമുണ്ട്. ചേച്ചി പറഞ്ഞാൽ അരക്കൈ നോക്കും ഞാൻ. നീ നോക്കടാ മോനെ. ആ 10 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് വന്നപ്പോൾ തന്നെ നിന്റെ മിടുക്ക് ചേച്ചിക്ക് ബോധ്യപ്പെട്ടതാണ്. നീ ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ ഇത് നടക്കും. എന്നാ പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇപ്പോഴോ? എങ്ങോട്ടത്തേക്ക്? എന്റെ അളിയ നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നാണ്. രാജേശ്വരി പറയുകയാണ്, നീ പോയിട്ട് വാടാ മോനെ. ഇത്തവണ അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചിരിക്കണം. അതിനുള്ള ചിലവ് പ്രശ്നമല്ല. ഏറ്റു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ബാലചന്ദ്രൻ. ഒന്ന് ആലോചിച്ച ശേഷം ഗോപാലകൃഷ്ണൻ പറയാണ്, ഡാ ഒന്ന് നിന്നെ. എന്താ നിന്റെ ഇത്ര വലിയ പ്ലാൻ? അതൊക്കെ അളിയൻ നേരിട്ട് കണ്ടാൽ മതി. അതൊക്കെ കണ്ട് ഇവിടെ ഞെട്ടി വീണ് ചാവരുത്. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. എടാ, ചാകലും കൊല്ലലും ഒക്കെ പിന്നെ. പ്ലാൻ എന്തായാലും നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ആ ശാലിനി അവിടെ ഉള്ളപ്പോൾ ചെന്ന് കയറി കൊടുക്കരുത്. പ്ലാൻ പൊളിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അളിയ? ഈ പുലിമടയിൽ ബോംബ് വെക്കാൻ പോകുമ്പോൾ പുലിയുടെ ചെരുപ്പ്
പുറത്തുണ്ടോന്ന് നോക്കിയിട്ടല്ലേ പോകൂ. ഈ ഓപ്പറേഷൻ കുടുംബശ്രീ ഞാൻ ഏറ്റു. അളിയൻ നോക്കിക്കോ ഈ അളിയന്റെ കളി എന്താണെന്ന്. അത്രയും പറഞ്ഞ് കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന്റെ ആ പോക്ക് കണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇവൻ എന്ത് ചെയ്യാനായി പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് രാജേശ്വരി. പിന്നീട് കാണിക്കുന്നത് കാറിലിരിക്കുന്ന പ്രീതിയെയും അർജുനെയുമാണ്. പ്രീതി പറയുകയാണ്, അർജുനേട്ട ഈ നിമിഷം തീരാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ പ്രീതി നമ്മൾ ഇങ്ങനെ? എന്റെ അർജുനേട്ട കല്യാണം കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് എന്താ ഒരുമിച്ച് ജീവിക്കാൻ ആകാത്തത്? നിന്റെ അമ്മ സമ്മതിക്കുമോ നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ? അർജുനേട്ടന്റെ അമ്മ തന്നെയല്ലേ സമ്മതിക്കാത്തത്? ഇങ്ങനെ കഴിയാനാണോ അർജുനേട്ട നമ്മളെ ജന്മം? അല്ല മോളെ, എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ പെട്ടുപോയി അർജുനേട്ടൻ അല്ലേ? അങ്ങനെയൊന്നുമല്ല. വലിയ വക്കീലല്ലേ അർജുനേട്ടൻ. അർജുനേട്ടന്റെ കോടതിയിൽ ഈ കേസിന്റെ തീർപ്പ് എന്നാണെന്ന് പറ. പ്രീതിയെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പ്രീതിയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ് അർജുൻ. ഇത് തന്നെ, തൽക്കാലം നീ പോയിട്ട് വാ മോളെ. എന്റെ ഹൃദയം എന്നും നിന്റെ കൂടെ ഉണ്ടാകും. ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന അർജുൻ വിഷ്ണുവിന് കൈ കൊടുത്തിട്ട് താങ്ക്സ് വിഷ്ണു എന്ന് പറയുകയാണ്. കമലൻ പറയുകയാണ്, എന്നാ പിന്നെ ഞാൻ പോട്ടെ ആശാനെ, നീ വിട്ടോ എന്ന് പറയുകയാണ് വിഷ്ണു. വിഷ്ണു പറയാണ്, അപ്പോ കാണാം, വാ 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 കേറ്, പിന്നെ പോണ്ടേ എന്ന് പറയുകയാണ് പ്രീതിയോട്. അന്നേരം വിഷ്ണുവിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഫോൺ എടുത്ത ശേഷം വിഷ്ണു പറയാണ്, എന്റെ അമ്മോ, പെരുമ്പാമ്പ് വീണതുപോലെ ചുറ്റിയിരിക്കുകയാണല്ലോ ഇവള്. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, ആരാ, സുസ്മിതയാണോ? പിന്നല്ലാതെ. അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാകും. മുഖം ചുളിച്ചുകൊണ്ട് വിഷ്ണു പറയാണ്, അതെ, അതെന്തായാലും എനിക്ക് കേൾക്കേണ്ട. എന്നാലും എടുക്കാതിരുന്നാൽ അവൾക്ക് എന്താകും തോന്നുക? എന്നാ നീ എടുക്കെന്ന് പറഞ്ഞ് ഫോൺ പ്രീതിക്ക് കൊടുക്കുകയാണ് വിഷ്ണു. സ്പീക്കറിലിട്ട ശേഷം ഹലോ എന്ന് പറയുകയാണ് പ്രീതി. അന്നേരം സംശയിച്ച് സുസ്മിത ചോദിക്കുകയാണ്, ആരാ ഇത്? ഞാനാണ് പ്രീതി. ഓ, വിഷ്ണുവേട്ടൻ ഇല്ലേ? അത് എന്ന് പറഞ്ഞ് പ്രീതി ആലോചിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇല്ല എന്ന് പറ. പ്രീതി പറയുകയാണ്, ഏട്ടൻ സ്വല്പം തിരക്കിലാണ്. ഓ അങ്ങനെയാണോ? എനിവേ ഹാപ്പി ബർത്ത്ഡേ പ്രീതി എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം അത് കേട്ട് സുസ്മിതയെ കളിയാക്കി ഹാപ്പി ബർത്ത്ഡേ പ്രീതി എന്ന് പറയുകയാണ് വിഷ്ണു. താങ്ക്സ് ഡാ എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, പ്രീതിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പ്രീതിക്കും ആന്റിക്കും വിഷ്ണുവേട്ടനും മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ട്രീറ്റ്. വേണ്ട വേണ്ട എന്ന് ആങ്ങിക്കാണിക്കുകയാണ് വിഷ്ണു. അത് കേട്ട് പ്രീതി പറയുകയാണ്, ട്രീറ്റ് ഒന്നും വേണ്ട സുസ്മിത. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇന്ന് നല്ല തിരക്കിലാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ മുമ്പൊരു ലഞ്ച് തന്നപ്പോൾ അത് കയ്യിൽ നിന്നും പോയി. ഇത്തവണയെങ്കിലും നല്ലൊരു ട്രീറ്റ് തരണമെന്നുണ്ട്. വിഷ്ണുവേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം. വേണ്ട വേണ്ട എന്ന് വിഷ്ണു ആംഗ്യം കാണിക്കുകയാണ്. അത് എന്ന് പ്രീതി പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, നോക്കിക്കോ, ഇതിന് നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആ വീട്ടിൽ കാലുകുത്തില്ല. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാമേ. ഓക്കെ, ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രണ്ടുപേരും. പ്രീതി ചോദിക്കുകയാണ്, അപ്പോ നമുക്ക് പോയാലോ വിഷ്ണുവേട്ട? എങ്ങോട്ട്? സുസ്മിതയുടെ പാർട്ടിക്ക്. വിഷ്ണുവേട്ടനോടുള്ള പ്രേമം കൊണ്ടല്ലേ അവൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. എടി, എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല, അവൾക്ക് ജയിക്കണം. ഫുഡ് തന്നിട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കണം. എടി, അവള് വിചാരിച്ചാൽ അത് ഈ ജന്മത്ത് നടക്കത്തേ ഇല്ല. എടി, ജീവിതം എന്ന് പറഞ്ഞാൽ ആമയും മുയലും പോലുള്ള ഒരു പന്തയമാണെന്നാണ് അവൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്. എടി, ഞാൻ അവളെ കെട്ടിയാലും ഇതേപോലെയുള്ള വാശി തന്നെയായിരിക്കും അവൾക്ക് ജീവിതകാലം മുഴുവനും. ട്രീറ്റ് തരുന്ന സ്ഥലം ഏതാണെന്ന് അറിയിക്കാമെന്നാണ് സുസ്മിത പറഞ്ഞത്. അത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണെങ്കിലോ? അങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന്റെ മുഖം ഒന്ന് പ്രസന്നമാവുകയാണ്. നാണത്തോടുകൂടി ഒന്ന് പോടി എന്ന് പറയുകയാണ് വിഷ്ണു. അത് കണ്ട് പ്രീതി പറയുകയാണ്, നാണിക്കൊന്നും വേണ്ട, ഏടത്തിയോട് വലിയൊരു താങ്ക്സ് പറയണമെന്നുണ്ട് എനിക്ക്. ഏടത്തി ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബർത്ത്ഡേക്ക് എനിക്ക് അർജുനേട്ടനെ കാണാൻ പറ്റില്ലായിരുന്നു. പ്രീതിയുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഏട്ടത്തിയോ? അതെ, ഏട്ടന്റെ ഭാര്യയാവാൻ പോകുന്നയാളെ ഏട്ടത്തി എന്നല്ലേ വിളിക്കേണ്ടത്? വീണ്ടും നാണിച്ചുകൊണ്ട് വിഷ്ണു പറയണം, ഒന്നുകൂടി പറഞ്ഞേ ഏട്ടത്തി എന്ന്. ഏടത്തി, ശാലിനി ഏട്ടത്തി എന്ന് പറയുകയാണ് പ്രീതി. വിഷ്ണു പറയുകയാണ്, എനിക്ക് വയ്യ. അപ്പോ സുസ്മിതയെ വിട്ടോ നീ? ഉപാധികളില്ലാതെ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളാണ് ഒന്നാവേണ്ടത് വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടന് ചേരുന്നത് സുസ്മിതയല്ല, ശാലിനി തന്നെയാണ്. ഓ, പോകാമെന്ന് പറഞ്ഞ് പ്രീതിയുടെ കവിളിൽ നുള്ളുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടേക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് വരികയാണ് ബാലചന്ദ്രൻ. ബസ്സിലൊക്കെ അടിച്ച് അകത്തേക്ക് കയറിയ ബാലചന്ദ്രൻ ശ്യാമയോട് ചോദിക്കുകയാണ്, ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നല്ലോ പാഴ്സലിന്, ഇതുവരെ എടുത്തില്ലേ? ഒട്ടും രസമില്ലാതെ ശ്യാമ പറയുകയാണ്, എടുത്തു, ഇപ്പൊ തരും. ചുറ്റുമൊക്കെ നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇതെന്താ ഒരു ഒച്ചയും അനക്കവും ഒന്നും ഇല്ലല്ലോ കടയ്ക്ക്? ഇവിടെ ഇരിക്കുന്ന ടേപ്പ് റെക്കോർഡർ നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയാണ്, ആ തകരപ്പെട്ടിയിൽ പാട്ടൊന്നും കേൾക്കില്ലേ? അതൊന്നും ശ്രദ്ധിക്കാതെ ശ്യാമ അകത്തേക്ക് നോക്കി പറയുകയാണ്, ചേച്ചി, ആ പാഴ്സലിനുള്ള ആള് വന്നോ? ശ്യാമയുടെ ഭാവം കണ്ട് ബാലചന്ദ്രൻ പറയാണ്, ഓ, നമ്മളോട് പുച്ഛം.
അതിനുശേഷം അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരോടൊക്കെ ബാലചന്ദ്രൻ ചോദിക്കാന് ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ സ്വന്തം കടയാണ്. വല്ല കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു പഴം വിരിഞ്ഞു തിന്നുകയാണ് ബാലചന്ദ്രൻ. പാഴ്സൽ പൊതിയുന്ന ശാരികയെ നോക്കി ചൂളമടിക്കുകയാണ് ബാലചന്ദ്രൻ. പാഴ്സൽ എന്ന് പറഞ്ഞ് ശാരിക കവർ ബാലചന്ദ്രന് നേരെ നീട്ടുകയാണ്. സന്തോഷം, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ നമ്മുടെ പാഴ്സൽ എന്ന് പറഞ്ഞ് ശാരികയുടെ കൈയോടുകൂടി പിടിക്കുകയാണ് കവർ. ഇത് കണ്ട് എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ശങ്കരേട്ടൻ ചാടി എഴുന്നേൽക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താടോ ഒരു അലർജി പോലെ? ഹോട്ടലാകുമ്പോൾ ചിലപ്പോൾ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തെന്നിരിക്കും. അതിന് തയ്യാറല്ലാത്തവരെ ഈ പണി ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ശാരികയെ ഒന്ന് അടിമുടി നോക്കുകയാണ് ബാലചന്ദ്രൻ. ശ്യാമ ചോദിക്കുകയാണ്, പാഴ്സലിന് എത്രയാ ചേച്ചി? 417 എന്ന് പറയുകയാണ് ശാരിക. പക്ഷെ ശ്യാമയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് കാശ് കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ബാലചന്ദ്രൻ. ശ്യാമ പറയുകയാണ്, അതെ ഹലോ, എന്താന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, കാശ് തന്നിട്ട് പോണം. ഇതെന്താ പാഴ്സലും വാങ്ങി അങ്ങ് കൈ വീശി പോകുന്നത്? കാശില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. കൗണ്ടറിൽ നിന്നും എഴുന്നേറ്റ് ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്ന ശേഷം ശ്യാമ പറയുകയാണ്, ഒരു കുഴപ്പവുമില്ല, ആ പാഴ്സൽ ഇങ്ങ് വച്ചേക്ക്, നിങ്ങൾക്കിത് കഴിക്കാനുള്ള യോഗ്യതയില്ല, അത്രയുള്ളൂ. ആഹാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ശാരിക പറയുകയാണ്, ശ്യാമെ വിട്ടേക്ക്, കാശ് നമുക്ക് പിന്നീട് വാങ്ങിക്കാം. പറ്റില്ല ചേച്ചി, പലചരക്ക് കടയിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ നമ്മൾ ചെന്ന് ചിരിച്ചു കാണിച്ചാൽ നമുക്ക് സാധനം വെറുതെ തരുമോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ആര് പറഞ്ഞു തരില്ലാന്ന്? നീ ഒന്ന് ചിരിച്ചു കാണിച്ചേ നോക്കട്ടെ, ഇഷ്ടപ്പെട്ടാൽ ഞാൻ നല്ല കാശ് തരാം. നീ എന്റെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് വരണമെന്നേ ഉള്ളൂ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ശ്യാമ പറയാണ്, ചീ വൃത്തികേട് പറയുന്നോ? ഇയാൾ ഇനി ഇതിവിടെ വച്ചിട്ട് പോയാൽ മതി, ഇയാൾക്ക് ഇവിടെ നിന്നും ആഹാരമില്ല എന്നും പറഞ്ഞ് ബാലചന്ദ്രന്റെ കയ്യിലിരിക്കുന്ന കവറിൽ കയറി പിടിക്കുകയാണ് ശ്യാമ. വിടടി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ പരസ്പരം നോക്കുകയാണ്. അന്നേരം ബാലചന്ദ്രന്റെ കയ്യിൽ കടിക്കുകയാണ് ശ്യാമ. അന്നേരം ശ്യാമയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ് ബാലചന്ദ്രൻ. നീ ആരോടടി തട്ടിക്കയറുന്നത്? അടങ്ങി നിൽക്കടി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. നീ എന്റെ കയ്യിൽ കടിക്കുന്നോ? അത്രയ്ക്കായോടി നരുന്തേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നെ ഇന്ന് ഞാൻ പോടി എന്നും പറഞ്ഞ് പുറത്തേക്ക് ശ്യാമയെ തള്ളുകയാണ് ബാലചന്ദ്രൻ. ശ്യാമ ചെന്ന് വീഴുന്നത് ശാരദാമ്മയുടെ അടുത്തേക്കാണ്. ശാരദാമ്മ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനെ നോക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശാരദാമ്മയുടെ ആ ഭാവം കണ്ട് ആകെ പരിഭ്രമിച്ച് ശാരദാമ്മയെന്ന് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ ബാലചന്ദ്രനെ അടിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന ജഗ്ഗിലെ വെള്ളമെടുത്ത് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് ജഗ്ഗ് കൊണ്ട് അടിക്കാൻ ഓങ്ങുകയാണ് ബാലചന്ദ്രനെ. അതിനുശേഷം ജഗ്ഗ് കൊണ്ട് ബാലചന്ദ്രനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ശാരദാമ്മ. കുഞ്ഞിനെ പിടിച്ച് തള്ളിയോ എന്ന് പറയുകയാണ് ശാരദാമ്മ. ഒരുപാട് അടി ബാലചന്ദ്രനെ അടിക്കുന്നുണ്ട് ശാരദാമ്മ. അവസാനം ശാരദാമ്മ ജഗ്ഗ് കൊണ്ട് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് അടിക്കാൻ ഓങ്ങിയ ശേഷം ജഗ്ഗ് താഴേക്ക് എറിയുകയാണ്. ദേഷ്യപ്പെട്ട് അലറി വിളിച്ചുകൊണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞിന്റെ മേൽ നീ കൈവയ്ക്കും അല്ലേടാ? കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ കാവൽ നിന്ന് വളർത്തിയ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവരുടെ ഒരു രോമത്തിൽ തൊട്ടാൽ ഭസ്മമാക്കി കളയും നിന്നെ ഞാൻ. ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ്, കൊന്നു കുഴിച്ചു മൂടിക്കളയും ഞാൻ. പക്ഷെ ഈ നടന്ന സംഭവങ്ങളൊക്കെ ശ്യാമയെ പിടിച്ചുകൊണ്ട് ശാരദാമ്മ ആലോചിക്കുന്നതാണ്. തിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അന്നേരം ബാലചന്ദ്രൻ. മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ശാരദാമ്മേ, എന്നെ കൊല്ലണമെന്നും കത്തിക്കണമെന്നും ഒക്കെ തോന്നിയിട്ടുണ്ടാകും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, ശാരദാമ്മയെ കൊണ്ട് അതിന് പറ്റില്ലല്ലോ അല്ലേ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കിടക്കുകയല്ലേ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ സ്വന്തം പോലെയുള്ള ഈ ഹോട്ടലിൽ നിന്നും ഒരു കുഞ്ഞു പാഴ്സൽ വാങ്ങിച്ചപ്പോൾ ഇവൾക്ക് കാശ് വേണമെന്ന്. നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇവൾക്ക് അറിയാത്തത് കൊണ്ടാണ്. കുഞ്ഞല്ലേ ഇവൾ, ഒരു 3-4 ഊണിന്റെ കാശ് അത്രേ ഉള്ളൂ. 3 ഊണിന്റെ കാശല്ല, 3000 ഊണിന്റെ കാശ് വേണമെങ്കിലും ശാരദാമ്മ എനിക്ക് വേണ്ടി അങ്ങ് സഹിക്കും. ശാരദാമ്മ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നെ എന്റെ കയ്യിൽ നിന്നും കാശ് കിട്ടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുടുംബശ്രീയിൽ എന്റെ പേരിൽ ഒരു പറ്റ് ബുക്ക് തുറന്നാൽ മതി. ബുക്കിൽ എന്റെ പേര് വെക്കണോ അതോ ശാരദാമ്മയുടെ പഴയ ഭർത്താവിന്റെ പേര് വെക്കണമോ എന്നുള്ളതൊക്കെ ശാരദാമ്മയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതി. ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് ശാരദാമ്മ. ബാലചന്ദ്രൻ പറയുകയാണ്, പിന്നെ എനിക്കിവിടെ പതിവായിട്ട് വരാമല്ലോ. ഇവിടെ നിന്നുള്ള പാഴ്സൽ മതിയാക്കി പിന്നെ നേരിട്ടാവാം കഴിക്കലൊക്കെ. അങ്ങനെ പറഞ്ഞ് വീണ്ടും ശാരികയെ നോക്കി ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നാ പിന്നെ ഞാൻ പോട്ടെ ശാരദാമ്മേ. ശാരികയോട് ചോദിക്കുകയാണ്, പോട്ടെ ശാരികയെ? രാമമോളെ, ചേട്ടൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് വിഷമിച്ച് മാറി നിൽക്കുന്ന ശാരദാമ്മയാണ്. ശാരിക വന്ന് ചോദിക്കുകയാണ്, അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കിപ്പോ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നതെല്ലാം അമ്മ കണ്ട് അനുഭവിച്ചതല്ലേ? നമ്മുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കളവ് പോയ കാര്യം
ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ബലമായ സംശയം. അയാളുടെ ആ നോട്ടവും ഭാവവും ഒക്കെ കണ്ടില്ലേ? എന്തോ ഒരു വലിയ അധികാരം ഉള്ളതുപോലെയാണ് പെരുമാറ്റം. ശാരദാമ്മ പറയുകയാണ്, അധികാരം കാണിക്കാമല്ലോ, അവരുടെ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ. പറഞ്ഞു മുഷിഞ്ഞും അത് പബ്ലിക് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്നെ തന്നെ അടക്കി നിർത്തിയത്. പക്ഷേ നാളെ അത് അയാള് ശീലമാക്കി എടുക്കുമമ്മേ. അയാളുടെ ആ വഷള നോട്ടവും ഭാവവും ഒക്കെ കണ്ടില്ലേ? ഇപ്പോ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ അയാൾക്കത് കൂടുതൽ ധൈര്യമാകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഈ ഹോട്ടലിലുള്ളൂ എന്നുള്ളത് അമ്മയ്ക്ക് ഓർമ്മ വേണം. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നമുക്ക് ശാലിനിയോട് ഈ കാര്യങ്ങളെല്ലാം പറയാം. അവൾ അർജുനേട്ടനുമായി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. അല്ലാതെ നമ്മൾ കൂട്ടിയാൽ കൂടില്ല. ശാലിനിയോടോ പ്രശ്നങ്ങൾ വഷളാക്കണമെന്നാണോ നീ പറയുന്നത്? നേരം അവിടേക്ക് വന്ന ശാലിനി അമ്മയെന്ന് വിളിക്കുകയാണ്. ശാലിനിയുടെ ആ നോട്ടം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്.